ബോധി അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ മൂന്നാമത്തെ തൃതീയ പാഠഭാഗവുമായിട്ടാണ്. വീഡിയോ ചെയ്യാൻ മൂന്നാമത്തെ പാഠഭാഗം ചെയ്യാനായിട്ട് കുറച്ച് വൈകി. ടീച്ചർക്ക് ചുമയും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ സുഖമായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചർ ഇവിടെ വീഡിയോ വൈകിയത് കേട്ടോ. അപ്പോൾ നമുക്ക് തൃതീയ പാഠഭാഗം നോക്കാം. 8ാം ക്ലാസ്സിലെ തൃതീയ പാഠ സുഗതോ വ്യായാമഃ. ഭാരതീയ ദർശനേഷു അതിവിശിഷ്ടം ഭവതി യോഗദർശനം. നമുക്കറിയാം പാഠത്തിന്റെ പേര് തന്നെ എന്താണ്? സുഗതോ വ്യായാമഃ. വ്യായാമം എന്ന് പറയുന്നത് ശരീരത്തിന് എന്താണ്? സുഖപ്രദമായിട്ടുള്ളതാണ്, സുഖമാണ്. അതായത് സ്വസ്ഥ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിന് എപ്പോഴും പ്രധാന ഒരു ഘടകമാണ് വ്യായാമം എന്നുള്ളത് നമുക്കറിയാം. ഭാരതീയ ദർശനേഷു അതിവിശിഷ്ടം ഭവതി യോഗദർശനം. ഭാരതീയ ദർശനങ്ങളിൽ വെച്ച് വളരെ അതിവിശിഷ്ടമായിട്ടുള്ള ദർശനമാണ് യോഗദർശനം എന്നുള്ളത്. ഷഡ് ദർശനേഷു അന്യതമം അസ്യ പ്രണേത ഭവതി പതഞ്ജലി മഹർഷി. 6 ദർശനങ്ങളിലും പ്രണേതാവായിട്ടുള്ള ആളാണ് പതഞ്ജലി മഹർഷി. തേന രചിത ഗ്രന്ഥ ഭവതി യോഗസൂത്രം. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാകുന്നു യോഗസൂത്രം. തസ്മിൻ ചത്വാരോ അധ്യായ. യോഗസൂത്രത്തിന് ചത്വാരോ അധ്യായ, 4 അധ്യായങ്ങളാണ് അതിന് ഉള്ളത്. തത്ര ഷണ്വത്യുത്തരശതം സൂത്രാണി വിദ്യതേ. 196 സൂത്രങ്ങളാണ്. ഷണ്വത്യുത്തരശതം 196 സൂത്രങ്ങളാണ് അതിൽ ഉള്ളതെന്ന് പറയപ്പെടുന്നു. യോഗശാസ്ത്രത്തിലെ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി രൂപാണി അഷ്ടാംഗാനി കൽപ്പിതാനി. അവിടെ യോഗസൂത്രത്തിലെ പറയപ്പെടുന്നത് യമം എന്നുള്ളതും നിയമം എന്നുള്ളതും ആസനങ്ങളും പ്രാണായാമവും പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി അങ്ങനെയുള്ള രൂപങ്ങളിലുള്ള അഷ്ട അംഗാനി കൽപ്പിതാനി 8 അംഗങ്ങളെ കുറിച്ച് ഇതിൽ പറയപ്പെടുന്നു. അപ്പൊ അത് യോഗ ശാസ്ത്രത്തിലാണ് പറയപ്പെടുന്നത്. ഇനി അത് ചോദിക്കാറുണ്ട്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. യോഗശാസ്ത്രേ അഷ്ടാംഗാനി കിം കിം ഭവതി എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക, അത് പഠിക്കുക. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി അങ്ങനെ 8 എണ്ണാണ് അഷ്ട അംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി 2ാമത്തെ പാരഗ്രാഫ് നോക്കാം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യ, അപരിഗ്രഹ ഏതേ യമഃ. അഹിംസ എന്ന് പറയുന്നത് സത്യ, അസ്തേയം, പിന്നത്തെ നോക്കുക ബ്രഹ്മചര്യം, അപരിഗ്രഹ ഏതേ യമഃ. ഇത് യമ എന്നുള്ള യോഗശാസ്ത്രത്തിലെ ആദ്യത്തേതാണ് യമ എന്നുള്ളത്. ആ യമ എന്നുള്ള യമഹ എന്നുള്ള ആ ഭാഗത്തിനെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹ ഇത്രയും കാര്യങ്ങളാണ് യമ എന്നുള്ളതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത സെന്റൻസ് ശൗച, സന്തോഷ, തപസ്വാധ്യായ, ഈശ്വര പ്രണീധാനാനി നിയമഃ. ശൗചം, അതുപോലെ സന്തോഷം, തപസ്, സ്വാധ്യായം എന്ന് പറഞ്ഞാൽ പാരായണം, നമ്മള് വായന നടത്തുക. ഈശ്വര പ്രണീതാനി നിയമഃ. നിയമം എന്ന് പറയുന്നതിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ യമ എന്നുള്ളതിൽ പറഞ്ഞു അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നിയമത്തില് എന്താന്നുള്ളതാണ് പറയുന്നത്. ശൗചം, സന്തോഷം, തപം, സ്വാധ്യായം, ഈശ്വര പ്രണീതാനി നിയമഃ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. യമാദയശ്ച ചത്വാരഃ ബഹിരംഗയോഗഃ അഥവാ ഹഠയോഗഃ. യമാദയശ്ച ചത്വാരഃ, യമം മുതലായവ 4 എണ്ണം. ബഹിരംഗയോഗഃ അഥവാ ഹഠയോഗഃ, ബഹിരംഗയോഗവും ഹഠയോഗവുമാണ് ഉള്ളത്. പ്രത്യാഹാരാദി അന്തിമ ചതുഷ്ടയം അംഗയോഗാഹ അഥവാ രാജയോഗ ഇതി ച പ്രസിദ്ധഃ. പ്രത്യാഹാരം, ഇനി പ്രത്യാഹാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യാഹാരത്തിൽ പറയുന്നത് അന്തിമ ചതുഷ്ടയം അന്തരംഗയോഗ അഥവാ രാജയോഗ ഇതി പ്രസിദ്ധ. പ്രത്യാഹാരത്തിൽ പറയുന്നത് അന്തിമ ചതുഷ്ടയത്തിൽ അന്തരാംഗയോഗത്തിനെ കുറിച്ചും രാജയോഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം.
പാതഞ്ജല യോഗസൂത്രേ സ്ഥിരസുഖമാസനം ഇത്യസ്തി. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ സ്ഥിരസുഖാസന ആണ് എന്ന് ആസനസ്യ നിർവചനം. അപ്പൊ ആസനം എന്താണ്? ആസനം എന്നുള്ളതിന്റെ നിർവചനമാണ് സ്ഥിരസുഖം ആസനം. ആസനം കിം എന്താണ്? സ്ഥിരസുഖ ആസനം. സ്ഥിരസുഖ ആസനമാണ് എന്ന് ഈ പതഞ്ജലി യോഗസൂത്രത്തിലെ ആസനത്തിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നു. ഹഠയോഗ പ്രദീപിക, ഗൈരാണ്ഡ സംഹിത ഇത്യാദിഷു ഗ്രന്ഥേഷു വിവിധാനി യോഗാസനാനി വിസ്താരേണ പ്രതിപാദിതാനി സന്ധി. ഹഠയോഗ പ്രദീപിക എന്നുള്ളതും ഗൈരാണ്ഡ സംഹിത എന്നുള്ളതും ഇത്യാദിഷു മുതലായവ ഗ്രന്ഥേഷു മുതലായ ഗ്രന്ഥങ്ങളിലെ വിവിധാനി യോഗാസനാനി വിസ്താരാണി പ്രതിപാദിതാനി സന്ധി. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വിവിധ പലതരത്തിലുള്ള യോഗാസനങ്ങളെ കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ യോഗസൂത്രത്തിനെ കുറിച്ച് യോഗ ദർശനത്തെ കുറിച്ചും ഒക്കെയാണ് ഇതിൽ നമ്മള് പറയപ്പെടുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത 17ാമത്തെ പേജാണ് നമ്മള് വായിച്ചത്. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. നമുക്ക് 18ാമത്തെ പേജ് നോക്കാം. ആസനാനി ചതുർവിധാനി, ആസനങ്ങള് 4 വിധത്തിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ധ്യാനാസനാനി, വ്യായാമാസനാനി, വിശ്രമാസനാനി, മനകായിക ആസനാനി ച. ആ ആസനങ്ങള് 4 വിധമാണെന്ന് പറഞ്ഞു. ആ 4 വിധത്തിലുള്ള ആസനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. നോക്കാം. ധ്യാന ആസനാനി: 1 ധ്യാനാസനം, 2 വ്യായാമാസനം, 3 വിശ്രമാസനം, 4 മനകായിക ആസനം. അപ്പൊ ഇമ്പോർട്ടന്റ് ആണത്. ആസനാനി കതിവിധാനി സന്ധി കാനീച്ച താനി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ആസനാനി കതിവിധാനി കാനീച്ച താനി, ആസനങ്ങൾ എത്ര വിധമാണ്, അവ ഏവ എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ എഴുതേണ്ട ഉത്തരങ്ങളാണ് ആസനാനി ചതുർവിധാനി, ധ്യാനാസനം, വ്യായാമാസനം, വിശ്രമാസനം, മനകായിക ആസനം ഇതി. അങ്ങനെ നമ്മൾ ഉത്തരം എഴുതണം കേട്ടോ. അപ്പൊ അത് നന്നായി പഠിക്കണം. ഇനി അടുത്തത് പറയുന്നത് ഓരോ ആസനങ്ങളില് ഏതൊക്കെയാണ് വരുന്നതെന്ന്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള ധ്യാനാസനമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതില് ധ്യാനാസനത്തില് ഏതൊക്കെ ആസനങ്ങളാണ് വരുന്നതെന്നുള്ളത്. അങ്ങനെ ഓരോ ആസനങ്ങളിലും ഏതൊക്കെ ആസനങ്ങളാണ് വരുന്നതെന്നുള്ള അവയുടെ പേരാണ് ഇനി പറയുന്നത്. നോക്കാം. പത്മാസനം, വജ്രാസനം, സിദ്ധാസനം, സുഖാസനം ഇത്യേതാനി ധ്യാനാസനാനി ഭവന്തി. ധ്യാനാസനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ധ്യാനാസനത്തില് 4 എണ്ണം വരുന്നുണ്ട്. 4 ആസനങ്ങളാണ് ധ്യാനാസനത്തിൽ വരുന്നതെന്നാണ് പറയുന്നത്. ഏതൊക്കെ ആസനങ്ങളാണെന്ന് നോക്കാം. പത്മാസനം: 1 പത്മാസനമാണ്, 2 വജ്രാസനം, 3 സിദ്ധാസനം, 4 സുഖാസനം. അപ്പൊ ധ്യാനാസനത്തിൽ വരുന്ന 4 ആസനങ്ങളെ കുറിച്ചാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത് വരുന്നതാണ് വ്യായാമാസനം. വ്യായാമാസനത്തിൽ ഏതൊക്കെ ആസനങ്ങളാണ് വരുന്നത് നോക്കാം. അവിടെ 3 ആസനങ്ങളാണ് വ്യായാമാസനത്തിൽ വരുന്നത്. അവയുടെ പേരാണ്: 1 ശലഭാസനം, 2 പാദഹസ്താസനം, 3 ധനുരാസനം ഇത്യാദീനി വ്യായാമ ആസനാനി. ഇത് 3ഉമാണ് വ്യായാമാസനങ്ങൾ. അപ്പൊ വ്യായാമാസനങ്ങൾ 3 എണ്ണമാണ്. മറക്കരുത്. ധ്യാനാസനം 4 എണ്ണം ഉണ്ട്, വ്യായാമാസനം 3 എണ്ണാണുള്ളത് കേട്ടോ. ഇനി അടുത്തതാണ് വ്യായാമാസനം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് വിശ്രമാസനാണ്. വിശ്രമാസനത്തിൽ നമുക്ക് ഏതൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ കേട്ടിട്ടുള്ള ആസനങ്ങളാണ്. 1 ശവാസനം, അതുപോലെ മകരാസനം. ഈ 2 ആസനത്തിലാണ് നമ്മൾ എപ്പോഴും വിശ്രമ അവസ്ഥ യോഗ ചെയ്യുമ്പോൾ വിശ്രമ അവസ്ഥ എടുക്കുന്നത് ഈ ശവാസനത്തിലും മകരാസനത്തിലുമാണ്. ഇനി അടുത്തതാണ് മനകായിക ആസനം, അല്ലെ? മനകായിക ആസനങ്ങൾ അല്ലെ, അത് ഏതൊക്കെയാണെന്നാണ് നോക്കണേ. മനസ്സിനെയും ശരീരത്തെയും നന്നായി തേജവത്താക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആസനങ്ങളാണ് മനകായിക ആസനങ്ങള്. അത് ഒന്നാണ് പ്രാണായാമം ചെയ്യുക, അതുപോലെ ധ്യാനം ചെയ്യുക, സൂര്യ നമസ്കാരവും ഇത്യാദീനി മനകായിക ആസനാനി. അപ്പൊ മനകായിക ആസനങ്ങളും 3 വിധമുണ്ട്. 3 വിധത്തിലുള്ള മനകായിക ആസനങ്ങളാണ്. ഒന്നാണ് പ്രാണായാമം, ധ്യാനം, സൂര്യ നമസ്കാര ഇത്യാദീനി മനകായിക ആസനാനി. തേഷു കാനിചന ആസനാനി പശ്യാമഹ. ഇവിടെ കുറച്ച് ആസനങ്ങളെ നമുക്ക് നോക്കാം.
ഇപ്പൊ ഈ പറഞ്ഞതിലെ കുറച്ച് ആസനങ്ങളെ കുറിച്ച് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഓരോന്നും. അത് നമുക്ക് നോക്കാം. ഏതാനി ആസനാനി ആചാര്യസ്യ നിർദ്ദേശം അനുസൃത്യേവ കരണീയാനി. ഇത് ഓരോ ആചാര്യന്മാര്, യോഗ പഠിപ്പിക്കുന്ന ആചാര്യന്മാര്, അധ്യാപകര് പറയുന്നതിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ. അപ്പൊ ആ ആസനങ്ങളെ കുറിച്ച് അവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? താഴെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആസനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് വജ്രാസനം. വജ്രാസനം ഏതിലാ വരുന്നത്? അറിയാം നമുക്ക് അല്ലെ, ധ്യാനാസനത്തിലാണ് വരുന്നത്. ധ്യാനാസനത്തിലെ വജ്രാസനത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വജ്രാസനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അസ്യ ആസനസ്യ അനുഷ്ഠാനേന പേശിവേദന ജാനുപീഡ ച ശാമ്യതി. അവിടെ ഈ ആസനം അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമുക്ക് പേശിവേദന, പേശികളിലുള്ള വേദന, അതുപോലെ ജാനുപീഡ എന്ന് പറഞ്ഞാൽ മുട്ടുവേദന ച ശാമ്യതി, ഇതൊക്കെ നമുക്ക് ശമിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. അപ്പൊ ഈ ആസനം വജ്രാസനം അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമുക്ക് പേശിവേദനകളും അതുപോലെ തന്നെ മുട്ടുവേദനയൊക്കെ ഇല്ലാതാകുന്നു. അമ്ലോദ്ഗര വായുകോപയോഹോ ശാന്തി ലഭന്തേ. അമ്ലോദ്ഗരം എന്ന് പറഞ്ഞാല് പുളിച്ചത് കെട്ടല്, അതുപോലെ വായുകോപയോഹോ, നമുക്ക് ഗ്യാസിന്റെ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനൊക്കെ ശാന്തി ലഭിക്കുന്നു. നീർവാദ ശ്രോണീവേദന പ്രമേഹ രോഗ. എന്താണ് നീര് പോലെയുള്ള വാദങ്ങള്, അതുപോലെ തന്നെ ശ്രോണിവേദന, നടുവേദന, അതുപോലെ പ്രമേഹ രോഗങ്ങള്, ഇതിൽ നിന്നെല്ലാം ഇത്യേഭ്യ മുക്തി ലഭന്തേച്ച, ഇതിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമുക്ക് ഇല്ലാതാക്കി തരുന്ന ഒരു ആസനമാണ് വജ്രാസനം എന്നുള്ളത് മനസ്സിലായി. വജ്രാസനം ഏതാസനത്തിൽ പെടുന്നതാണ്? ധ്യാനാസനത്തിൽ പെടുന്നതാണ്. ഇനി രണ്ടാമത്തെ ആസനം നോക്കുക, ധനുരാസനം ഏതിലാ പെടുന്നത്? വ്യായാമാസനത്തിലാണ് പെടുന്നത്. അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. കശേരുകാണാം ദൃഢതാം വർദ്ധയതി. കശേരുകാണാം നമ്മുടെ നട്ടെല്ലിന് ഉള്ള ഭാഗമാണ് കശേരുക്കൾ എന്ന് പറയുന്നത്. ആ നട്ടെല്ലിന്റെ ദൃഢതയെ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. ദൃഢതാം വർദ്ധയതി, അതിന്റെ ദൃഢതയെ വർദ്ധിപ്പിക്കുന്നു. ഉദരപേശീനാം ബലം വർദ്ധതേ, വയറിന്റെ പേശികൾക്കൊക്കെ ബലമുണ്ടാക്കുന്നു. വക്ഷസ്കന്ധയോഹോ സന്ധീനാം ബലം ഉന്മേഷം ച ലഭന്തേ. അത് 18ാമത്തെ പേജില് നിന്ന് 19ാമത്തെ പേജിലേക്ക് ധനുരാസനം എഴുതിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ അത് 19ാമത്തെ പേജിലും കൂടി വായിച്ച് മുഴുപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പൊ വക്ഷസ്കന്ധയോഹോ സന്ധിനാം ബലം ഉന്മേഷം ച ലഭന്തേ. നമ്മുടെ തോളല്ലുകളുടെയൊക്കെ ബലം, ഉന്മേഷവും ബലവും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധനുരാസനം ചെയ്യുന്നത്. ഉദരസ്യ ദുർമേധ നശ്യതി. വയറ്റിലെ ദുർമേധ എന്ന് പറഞ്ഞ കൊഴുപ്പ്, വയറിലെ കൊഴുപ്പൊക്കെ നശിക്കുന്നു. വാതരോഗാത് മുക്തിം ലഭതേ. വാതരോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നു. വായുദോഷാൻ മലാവരോധം ച നാശയതി. വായുദോഷം കൊണ്ടുള്ള മലാവരോധങ്ങളൊക്കെ നശിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ആസനമാണ് വ്യായാമ ആസനത്തിലെ ഈ ധനുരാസനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലെ 19ാമത്തെ പേജിൽ നോക്കാം. അപ്പോ 19ാമത്തെ പേജിൽ നോക്കാം. അടുത്ത ആസനമാണ് പത്മാസനം. പത്മാസനം ധ്യാന ആസനത്തില് പെടുന്നതാണ് പത്മാസനം. അപ്പൊ അത് നേരത്തെ നമ്മൾ പറഞ്ഞു, വജ്രാസനത്തിനെ കുറിച്ച് പറഞ്ഞു. ആദ്യം പറഞ്ഞ ആസനം വജ്രാസനത്തിനെ കുറിച്ചാണ്. അതും ധ്യാനാസനത്തിൽ പെടുന്നതാണ്. പത്മാസനവും ഏതിൽ പെടുന്നതാണ്? ധ്യാനാസനത്തിൽ പെടുന്നതാണ്. അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. നോക്കാം. അത്യുത്കൃഷ്ടം ആസനം ഭവതി പത്മാസനം. വളരെ ഉത്കൃഷ്ടമായ ഒരു ആസനമാണ് പത്മാസനം. അസ്യ ആസനസ്യ അനുഷ്ഠാനേന ഏകാഗ്രത വർത്തതേ. ഈ ആസനം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഏകാഗ്രത വർദ്ധിക്കുന്നു. മനഃ ശരീരഃ ച ദൃഢം ഭവതി. മനസ്സും ശരീരവും എന്തായിത്തീരുന്നു? ദൃഢമായി തീരുന്നു.
ഇതം ആസനം ആലസ്യം ക്ലമം ച നിവാരയതി. ഈ ആസനം എന്തിനെയൊക്കെ ഇല്ലാതാക്കുന്നു? ആലസ്യം, മടി അല്ലെ, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അലസത അല്ലെ. അപ്പൊ അതിനെയും ക്ലമം എന്ന് പറഞ്ഞ ക്ഷീണത്തെയും ഇല്ലാതാക്കുന്നു. അപ്പൊ ഈ പത്മാസനം ആലസ്യം ക്ലമം ച നിവാരയതി. പത്മാസനം എന്തൊക്കെ ചെയ്യുന്നത്? അലസതയെയും ക്ഷീണത്തെയും ഇല്ലാതാക്കുന്നു. ശരീരസ്യ ബാഹ്യ അഭ്യന്തര അവയവാനാം ഉത്തേജനം ക്രിയതേ. ശരീരത്തിന്റെ ബാഹ്യ അന്തര അവയവം, ശരീരത്തിന് പുറത്തുള്ള ശരീരത്തിന്റെ പുറത്തുള്ള അവയവങ്ങൾക്ക് ഉത്തേജനം ക്രിയതേ, ഉത്തേജനം ചെയ്യുന്നു. മനസ്സഹ ശാന്തിഹി ഭവതി. മനസ്സിന് ശാന്തിയും ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ പത്മാസനം ധ്യാനാസനത്തിൽപ്പെട്ട ആസനമാണ്. അത് അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതാണ് ശവാസനം. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? കിടക്കുന്നത് കാണാം. അതാണ് ശവാസനം. അത് നമുക്കറിയാം. ശവാസനം ഏതാസനത്തിലാണ് പെടുന്നത്? വിശ്രമാസനത്തിലാണ് പെടുന്നത് അല്ലെ. വിശ്രമാസനത്തിൽ പെടുന്ന ആസനമാണ് ശവാസനം. ഇനി ശവാസനത്തിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. മാനസിക ക്ലേശാനാം പരിഹാരായ പ്രയോജകം ഭവതി ഇതമാസനം. ഈ ആസനം മാനസിക ക്ലേശാനാം പരിഹാരായ, മാനസികമായിട്ടുണ്ടാകുന്ന എന്ത് ക്ലേശങ്ങളെയും ഇല്ലാതാക്കുന്നു. ശരീരസ്യ ക്ലമം അപനയതി. ശരീരത്തിന്റെ ക്ഷീണത്തിനെ ഇല്ലാതാക്കുന്നു. മനോബലം വർദ്ധയതി. മനോബലം വർദ്ധിക്കുന്നു. ഏകാഗ്രത വർദ്ധനായ ച പ്രയോജകം ഭവതി. ഏകാഗ്രത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും പ്രയോജകമായിട്ടുള്ള ആസനമാണ് ശവാസനം. സർവേഷാം ആസനാനാം അന്തേ ശവാസനം അനുഷ്ഠിയതേ. എല്ലാ ആസനങ്ങളുടെയും നമ്മൾ യോഗ പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും. യോഗ ചെയ്യുമ്പോൾ എല്ലാ ആസനങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ അന്തേ, അവസാനം ശവാസനം അനുഷ്ഠിയതേ. അതിന്റെ അവസാനത്തിലാണ് നമ്മൾ ശവാസനം അനുഷ്ഠിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതൊരു വിശ്രമ ആസനമായതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോ ഇത്രയാണ് നമ്മുടെ ഈ പാഠഭാഗത്തില് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ എന്താണെന്ന് അടുത്ത പേജിൽ നോക്കാം. 20ാമത്തെ പേജില് അതിലെ പഠന പ്രവർത്തനങ്ങള് അധികമൊന്നും നിങ്ങളോട് ചോദിച്ചിട്ടില്ല. പക്ഷെ അതില് കുറച്ച് ഭാഗം പദച്ഛേദവും വിഗ്രഹവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടീച്ചർ വായിച്ചു പോവാം. ചത്വാരോ അധ്യായഃ ചത്വാരഃ അധികം അധ്യായഃ അഭ്യാസനസ്യ അസ്യ അധികം ആസനസ്യ യമാദയശ്ചത്വരഃ യമാദയഃ അധികം ചത്വരഃ. ഇനി വിഗ്രഹമാണ് കൊടുത്തിരിക്കുന്നത്. അതിവിശിഷ്ടം, അതിശയേന വിശിഷ്ടം, അതിവിശിഷ്ടം. പ്രത്യാധ്യായം, അധ്യായേ അതാണ് പ്രത്യാധ്യായം എന്ന് പറയുന്നത്. യമാദയഃ യമഃ ആദൗ യേഷം തേ യമാദയഃ. ഇങ്ങനെ പദച്ഛേദവും വിഗ്രഹവുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളോട് ആ പാഠഭാഗത്തിലെ പഠിച്ച് നിങ്ങളോട് ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വ്യായാമത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയോ അതിൽ പറയുന്നുള്ളൂ. വേറെ പഠന പ്രവർത്തനങ്ങളൊന്നും ഈ പാഠഭാഗത്ത് ഇല്ല. അപ്പോ ഇനി ടീച്ചർ അടുത്ത വീഡിയോയില് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓണപരീക്ഷയാണ് വരുന്നത്. അപ്പോൾ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.